ഇമ്മ എല്ലാരും പ്രയർ ക്യാപ്പിന്റെ പാറ്റേൺ ചോദിക്കല്ലേ, അമ്മക്ക് പറഞ്ഞു കൊടുത്താലോ? ആദ്യം തന്നെ മാജിക് റിംഗ് ഇടാം, 4 ചെയിൻ ഇടാം കേട്ടോ. 3 ചെയിന് 1 ഡബിൾ ക്രോഷ്യ കൗണ്ട് ചെയ്യും. ഒരു ചെയിന് നമുക്ക് നെക്സ്റ്റ് ഇതിലേക്ക് പോകാനുള്ളതാണ്. ഇനി ഒരു ഡബിൾ ക്രോഷ്യ ചെയ്യാം, ഒരു ചെയിൻ ഇടാം, ഒരു ഡബിൾ ക്രോഷ്യ ചെയ്യാം, ഒരു ചെയിൻ ഇടാം. ഇതിൻ്റെ 9 അതുപോലെ 9 ഡബിൾ ക്രോഷ്യ ചെയ്യാം കേട്ടോ. 9 ഡബിൾ ക്രോഷ്യ ചെയ്തിട്ട് ഒരു ചെയിൻ ഇട്ടിട്ട് 3 ഡബിൾ ക്രോഷ്യ ചെയ്തതിലേക്ക് സിപ്പ് സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ ടോട്ടൽ മാജിക് റിങ്ങിൽ 10 ഡബിൾ ക്രോഷ്യയും 10 ചെയിനും ഉണ്ടാവും കേട്ടോ. ഈ ഒരു ഇത് ചെയ്യുന്നതാണ് ഫസ്റ്റത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ അതാ കണ്ടില്ലേ, 9 ഡബിൾ ക്രോഷ്യ ആയിട്ടുള്ളൂ, 3 ചെയിൻ ഇൻക്ലൂഡഡ് ആയിട്ട്. അപ്പോൾ അതാ നമ്മൾ 10ാമത്തെ ഡബിൾ ക്രോഷ്യയും കൂടി ചെയ്യാണ്. ഇനി 1 ചെയിൻ ഇടാം, 3 ചെയിൻ്റെ അങ്ങോട്ടേക്ക് സിപ്പ് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. 3ാമത്തെ ചെയിനിലാണ് സിപ്പ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. 4th ചെയിൻ നെക്സ്റ്റ് ചെയിൻ ഇതിലേക്കുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇതേപോലെ ഉണ്ടാവും മാജിക് റിങ് ചെയ്തതിൽ. ഇനി ഓരോ ഡബിൾ ക്രോഷ്യൻ്റെ മേലെ ഒരു ഡബിൾ ക്രോഷ്യ എക്സ്ട്രാ ചെയ്യണം കേട്ടോ. ഡബിൾ ക്രോഷ്യ ഇൻക്രീസ് എന്ന് പറഞ്ഞ സ്റ്റെപ്പാണ്. ഇപ്പോൾ 3 ചെയിൻ ഒരു ഡബിൾ ക്രോഷ്യ ആയതുകൊണ്ട് തന്നെ അവിടെ ഒരു ഡബിൾ ക്രോഷ്യ ചെയ്തു 1 ചെയിൻ ഇട്ടു. ഇനി നെക്സ്റ്റ് ഡബിൾ ക്രോഷ്യൻ്റെ മേലെ 2 ഡബിൾ ക്രോഷ്യ ചെയ്യാം കേട്ടോ. വീണ്ടും അടുത്ത ഡബിൾ ക്രോഷ്യൻ്റെ മേലെ 2 ഡബിൾ ക്രോഷ്യ. അപ്പോൾ ഈ ഒരു ഇതിലുള്ള റോ എന്ന് പറയുന്നത് 2 ഡബിൾ ക്രോഷ്യ 1 ചെയിൻ, 2 ഡബിൾ ക്രോഷ്യ 1 ചെയിൻ. അതിൽ ഫസ്റ്റ് എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുമ്പോൾ 3 ചെയിൻ ഒരു ഡബിൾ ക്രോഷ്യ ആയിട്ടാണ് കൗണ്ട് ചെയ്യുന്നത്. ഓക്കെ, ഈ ഒരു പാറ്റേൺ ഇത് മൊത്തം ചെയ്യുക, ലാസ്റ്റിൽ സിപ്പ് സ്റ്റിച്ച് ചെയ്യുക കേട്ടോ. ഇനി നെക്സ്റ്റ് റോ അപ്പം എന്തായിരിക്കും, 3 ഡബിൾ ക്രോഷ്യ 1 ചെയിൻ ആയിരിക്കും. അപ്പോൾ അതായത് 3 ചെയിൻ്റെ മേലെ 3 ചെയിൻ ചെയ്യുക, പിന്നെ 2 ഡബിൾ ക്രോഷ്യ എക്സ്ട്രാ ചെയ്യുക. അങ്ങനെ ആകുമ്പോൾ 3 ഡബിൾ ക്രോഷ്യ വരും. ഓക്കെ, എന്നിട്ട് ഒരു ചെയിൻ ഇടാം. നെക്സ്റ്റത്തിൽ എങ്ങനെ ആയിരിക്കും, അപ്പോൾ ആദ്യത്തെ ഒരു ഡബിൾ ക്രോഷ്യൻ്റെ മേലെ കണ്ടോ, ആദ്യത്തെ ഒരു ഡബിൾ ക്രോഷ്യൻ്റെ മേലെ ഒരു ഡബിൾ ക്രോഷ്യ ചെയ്യാം. എന്നിട്ട് അടുത്ത ഡബിൾ ക്രോഷ്യൻ്റെ മേലെ 2 ഡബിൾ ക്രോഷ്യ ചെയ്യാം. അപ്പോൾ ടോട്ടൽ 3 എണ്ണമായില്ലേ. അങ്ങനെയാണ് കേട്ടോ ചെയ്യേണ്ടത്. അപ്പോൾ നെക്സ്റ്റ് ചെയ്യുമ്പോഴോ അടുത്ത റോ ചെയ്യുമ്പോഴൊക്കെ ലാസ്റ്റത്തിൻ്റെ മേലെ 2 എണ്ണം ചെയ്താൽ ഒരു ഡബിൾ ക്രോഷ്യ എക്സ്ട്രാ ആയിട്ട് വരുമല്ലോ. അതെന്താ വെച്ചാൽ ഇങ്ങനെ സർക്കംഫറൻസ് നല്ല വൃത്തിക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അങ്ങനെ ആ റോയ് കഴിഞ്ഞ് ഇനി നമുക്ക് 4 ഡബിൾ ക്രോഷ്യ ഇൻക്രീസ് ആവാൻ വേണ്ടി. അപ്പോൾ 1 2 3 ഇനി ഒന്നും കൂടി അതിൽ തന്നെ ചെയ്യാം. അപ്പോൾ 4 ഡബിൾ ക്രോഷ്യ ആയി. ഈ ഒരു റോ കഴിഞ്ഞാൽ പിന്നെ അടുത്ത റോ ചെയ്യേണ്ടത് ഒരു 5 ഡബിൾ ക്രോഷ്യ ഒരു ചെയിന്, പിന്നത്തേൽ 6 ഡബിൾ ക്രോഷ്യ ഒരു ചെയിന്. ഇതാണ് മോൻക്ക് ഞാൻ ചെയ്തത്. അത് കഴിഞ്ഞാൽ പിന്നീട് ഇൻക്രീസ് ചെയ്യരുത്. പിന്നെ എല്ലാ റോയും 6 ഡബിൾ ക്രോഷ്യ ഒരു ചെയിൻ എന്നുള്ളത് ഇട്ടിട്ട് നമുക്ക് എത്രയാണോ ലെങ്ത് വേണ്ടത് അതുവരെ ചെയ്യാം കേട്ടോ. താങ്ക് യു.